പോരാളികൾ എല്ലാവരെയും ക്രിസ്തുയേശു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മളെ ഇന്ത്യക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നാം മാറി പ്രാർത്ഥിക്കുന്നു. പലരുടെയും പേര് പറയുമ്പോൾ പലരും ചില പ്രാർത്ഥിക്കാറില്ലായിരിക്കുന്നു. നെറ്റ് പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യങ്ങൾ ഉറങ്ങുന്നതായിരിക്കും. ഉറങ്ങാൻ പാടില്ല, ശ്രദ്ധിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് സഹായിക്കേണ്ട വളരെ ശ്രദ്ധയോടെ അവൻ യാഗരിക്കണം, ഏകാഗ്രതയോട്ടിരിക്കണം. ഒരു യാഗമാണ്. പ്രഭാതത്തിൽ ഉറക്കമെല്ലാം മാറ്റിവെച്ച് ക്യാമറ ഓഫാക്കി ഉറങ്ങരുത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവദർശനം ഇരിക്കുവാൻ യാഗരിപ്പാൻ ഗൗരവത്തോട്ടിരുന്നാൽ ഒരു അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾ ഉറക്കമെല്ലാം മാറ്റി ദിവസം അനുഗ്രഹമാണ്. നമ്മുടെ പ്രയർ ക്യാമ്പിന്റെ കാര്യം ഒരിക്കലും ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 21 days ഫാസ്റ്റിംഗ് DPMന്റെ 21 സുഭാസന സമാപന ദിവസമാണ്. പകൽ രാത്രി കായമർദ്ദ നടക്കുന്നു. താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ്. അനേകർ വന്നുകൂടുന്ന ആരാധിക്കുന്നു, സൂക്ഷിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. വൈകിട്ട് യോഗമുണ്ട്, രാവിലെ യോഗമുണ്ട്, അനേകം ദിവസമായി സൂക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ DPMന്റെ വാർഷിക യോഗം സൺഡേ വൈകിട്ട് 5:30 ആരംഭിക്കുന്നു. മീറ്റിംഗിലേക്ക് ഒരിക്കലൂടെ സ്വാഗതം ചെയ്യുന്നു. DPMന്റെ പ്രയർ ക്യാമ്പ് അതിന് ഓൺലൈൻ ബുക്കിംഗ് നടക്കുന്നു. ഫെബ്രുവരി 3, 4, 5 താല്പര്യം ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. താല്പര്യം ചെയ്യാവുന്നതാണ്. നിങ്ങൾ സഹായിക്കേണ്ട യൂത്ത് ക്യാമ്പ് ഏപ്രിൽ 28, 29, മെയ് 1 നടക്കുന്നു. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവമായി സഹായിക്കട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കും. തുടർന്ന് ദൈവനെ സംസാരിക്കും. തഥാണ് ദാസനെ പാസ്റ്റർ മത്തായി P. തോമസ് അവர்களுക്കായി കഥാവിശ്വസിക്കുന്ന വിഭവമാണ്. 6:10 വരെയുള്ള സമയം സൂക്ഷിക്കുന്നതായിരിക്കും. പാസ്റ്റർ MK സ്കറി അവരുടെ ലീഡ് ചെയ്ത് അവസാനിപ്പിക്കും. ദൈവമായി കഥ സഹായിക്കട്ടെ. പാസ്റ്റർ മത്തായി P. തോമസ് അവരെ സ്വാഗതം ചെയ്യും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതവേളയിൽ നല്ലവനായ കർത്താവിന്റെ പാദപിടുത്തങ്ങളായിരുന്നു സന്തോഷിപ്പാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ തന്ന ഈ സന്ദർഭത്തിനായിട്ട് ഞാൻ ഗതയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ പ്രഭാതവേളയിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. 112 സങ്കീർത്തനം. 112 കൽപ്പനകൾ പൂർണ്ണമായിട്ടും അനുസരിപ്പാൻ തൊക്കണം. അവൻ സമർപ്പിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. യഹോവയുടെ കൽപ്പനകൾ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുക. സ്തോത്രം. ഈ ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷണം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട്, ശിക്ഷ ലഭിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അനുസരിക്കുന്ന ചിലരുണ്ട്. സ്തോത്രം. ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി. സ്തോത്രം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അനുഗ്രഹിക്കപ്പെടുവാൻ, ജീവിതത്തിൽ നന്മ ഉണ്ടാകുവാൻ, ജീവിതത്തിൽ ശ്രേഷ്ഠതയുടെ അനുഭവത്തിലേക്ക്, ദൈവിക ശ്രേഷ്ഠതയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ഒരു ദൈവ പൈതൽ യഹോവയെ സ്തുതിക്കണം. എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. ഇടപെടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തണം, സ്തുതിക്കണം. അതിന് നാവ് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ശരീര അവയവങ്ങൾ കൊണ്ടും ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായിത്തീരും. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തി ദൈവത്തെ ഭയപ്പെടുന്നു. ദൈവത്തെ ഭയപ്പെടുക തന്നെയല്ല, അവന്റെ കൽപ്പനകളിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയാണ്. അനുസരിപ്പാൻ മനസ്സില്ലാതെ അനുസരിക്കുന്ന ഒരവസ്ഥയല്ല, ആ കൽപ്പനകളിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ ആ കൽപ്പനകളെ അനുസരിപ്പാൻ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തുന്ന വ്യക്തികളാണ് ദൈവമക്കൾ. അപ്പൊ ദൈവമക്കളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഞാൻ ദൈവ പൈതലാണ്, ഞാനൊരു ദൈവ മകനാണ്, ഞാനൊരു ദൈവ മകളാണ് എന്ന് അവകാശപ്പെടുന്നവരോടാണ് ദൈവത്തിന്റെ ഈ പ്രബോധനം. സ്തോത്രം. യഹോവയെ എപ്പോഴും സ്തുതിക്കണം, യഹോവയെ ഭയപ്പെടണം, അവന്റെ കൽപ്പനകളിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടണം. ലോകത്തിൽ പല കാര്യങ്ങളുണ്ട് മനുഷ്യനെ ഇഷ്ടപ്പെടുവാൻ, ഏറ്റവും അധികം ഇഷ്ടപ്പെടുവാൻ പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയുടെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ അനുഗ്രഹിക്കപ്പെടും എന്നാണ് കാണുന്നത്. സ്തോത്രം. നാം ദൈവത്തിന്റെ വചനങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുന്നവരുടെ ചില കാര്യങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു.
അത് ഓരോന്നായിട്ട് ഞാൻ ചില വിഷയങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. സങ്കീർത്തനം 1:2 അവിടെ സങ്കീർത്തനം 1:2 ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച രാപ്പകൽ ധ്യാനിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. സ്തോത്രം. ഇതിനോട് ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. അത് സന്തോഷിക്കുക മാത്രമല്ല, അത് ധ്യാനിക്കുകയും വേണം. അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. 32-ാം സംഘത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് കാണുന്നു. സ്തോത്രം. പിന്നെയും കാണുന്നത്, നിഗളികളെയും വ്യാജന്മാരെയും ആദരിക്കാത്തവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. നിഗളികളെയും വ്യാജന്മാരെയും ആദരിക്കാത്തവർ അനുഗ്രഹിക്കപ്പെട്ടവർ. സ്തോത്രം. സങ്കീർത്തനം 40:4 വായിക്കുമ്പോൾ അവിടെ കാണുന്നു, യഹോവയെ ആശ്രയമാക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. യഹോവയെ സ്തുതിക്കാൻ തയ്യാറായ ഒരു ദൈവ പൈതൽ അവന്റെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും അവന്റെ ആശ്രയം ഈ യഹോവയിലാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത് 40-ാം സംഘത്തിൽ 4 പറഞ്ഞത്, യഹോവയെ ആശ്രയമാക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നോട് കാണാൻ സാധിക്കുന്നു. സംഘത്തിൽ 41-ന്റെ 1-ാമത്തെ വാക്യം വയ്ക്കുമ്പോൾ, എളിയവരെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ. എളിയവരെ ആദരിക്കുക, മാനിക്കുക. സ്തോത്രം. ഇന്ന് ദൈവമക്കളിടയിലും കാണപ്പെടുന്നത് ഉയർന്നിരിക്കുന്നവരെ, ശ്രേഷ്ഠരായിരിക്കുന്നവരെ, വിദ്യാഭ്യാസമുള്ളവരെ, പണമുള്ളവരെ ഒക്കെ ആദരിക്കുന്നതാണ് കാണുന്നത്. എന്നാൽ എളിയവരായിരിക്കുന്നവരെ ആദരിക്കുന്ന ഒരു സ്വഭാവം സ്തോത്രം. ലോക മനുഷ്യനെ സംബന്ധിച്ചുള്ള ലോക മനുഷ്യനെ എങ്ങനെയായിക്കോട്ടെ, അവൻ ദൈവഭയമില്ല, അവൻ ദൈവമില്ല. പക്ഷെ ദൈവ മക്കൾ എന്ന് അവകാശപ്പെടുന്നവരിൽ കാണുന്നതാണ് ഉച്ചനീചത്വം. ഇന്ന് അവരുടെ ഇടയിൽ കടന്നു വന്നിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. കർത്താവാണ് പറഞ്ഞത്, ഇങ്ങനെ ഇപ്രകാരം ഉള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നുള്ളത്. സ്തോത്രം. പ്രൈസലോർഡ്. ലൂക്കോസ് 11:28 വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് പ്രകാരമാണ്, ദൈവവചനം കേട്ട് പ്രമാണിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനം പ്രമാണിക്കണമെങ്കിൽ ആദ്യം ആ വചനം കേൾക്കണം. സ്തോത്രം. അപ്പൊ ഈ വചനം കേട്ട് പ്രമാണിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറഞ്ഞ വാക്കിനകത്ത് ഒരു ദൈവ പൈതലിന് ആവശ്യമായിരിക്കുന്ന സകലവിധമായ അനുഗ്രഹങ്ങളുമുണ്ട്. ഒന്നും കുറയ്ക്കാതെ ദൈവം അനുഗ്രഹങ്ങൾ അതിനകത്ത് വെച്ചിട്ട് ആ വാഗ്ദത്തത്തിൽ വിളിച്ചിട്ടുണ്ട്. ദൈവമക്കൾക്ക് ധാരാളം അനുഗ്രഹങ്ങളാണ് ദൈവത്തിന്റെ കലവറയിലുള്ളത്. സ്തോത്രം. ദൈവത്തിന്റെ വചനം കേട്ടത് അനുസരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരെന്നാണ് അവിടെ നമ്മൾ വായിച്ചത്. സ്തോത്രം. യോഹന്നാൻ 20:21 വായിക്കുമ്പോൾ ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാണാതെ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുക. എന്നാൽ അത് കാണാതെ വിശ്വസിക്കുക പറഞ്ഞിരിക്കുന്നത്. കാണാതെ, ഞാൻ കണ്ടിട്ടല്ലാതെ വിശ്വസിക്കില്ല എന്ന് കർത്താവിന്റെ ശിഷ്യനായ തോമസ് പറയുകയുണ്ടായി. അപ്പൊ അതുപോലെയല്ല, കാണാതെ വിശ്വസിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരെന്നാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. നാം ദൈവം വാഗ്ദത്തം ചെയ്തത് അത് കണ്ടിട്ടല്ല വിശ്വസിക്കേണ്ടത്. വാഗ്ദത്തത്തിൽ ദൈവം പറഞ്ഞതിൽ അത് കാണാതെ തന്നെ അബ്രഹാമിനെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അങ്ങനെയുള്ളവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണ് അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 1:12 വായിച്ചാൽ അവിടെ നാം കാണുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. ഈ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ പല നിലയിലുള്ള പരീക്ഷകളെ നേരിടേണ്ടി വരും. അത് സഹിപ്പാനുള്ള മനസ്സോടുകൂടി അതിന്റെ മുമ്പിൽ ആയിരിക്കുന്നെങ്കിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് അവിടെ പറഞ്ഞിടത്തും. പരീക്ഷയുണ്ടാകും, ദൈവമക്കൾക്ക് പരീക്ഷയുണ്ടാകും. എന്നാൽ അതിൽ ജയിക്കുവാൻ തക്കവണ്ണം കൃപയും ശക്തി നമ്മുടെ പകരുവാൻ നാം ആശ്രയിക്കുന്ന നമ്മുടെ ദൈവത്തിന് കഴിയും. അവിടെ പരീക്ഷയെ നേരിടുമ്പോൾ നാം ആ പരീക്ഷയെ ഭയപ്പെടല്, നാം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ച് ദൈവത്തിൽ ശരണപ്പെടുകയാണ്
ചെയ്യുന്നത്. അവിടെ അങ്ങനെ സഹിക്കുന്നുവെങ്കിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണ് അവിടെ കാണുന്നത്. സ്തോത്രം. ഇനി നമ്മൾ 112 സംഘത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. അവിടെ പറഞ്ഞു, അവിടെ ആ 112 സംഘത്തിന്റെ 10 വാക്യങ്ങളാണ്. ഈ 10 വാക്യങ്ങളിൽ 16 അനുഗ്രഹങ്ങളും അവന് വിരോധമായി വരുന്നതായ ദുഷ്ടന്റെ നാശവും അത് അനുഗ്രഹമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്തോത്രം. 17 അനുഗ്രഹങ്ങൾ അവിടെ, 16 അനുഗ്രഹങ്ങളും പിന്നെ ദുഷ്ടന്റെ നാശമാകുന്ന ദൈവമക്കൾക്ക് അത് കാണാൻ കഴിയുന്ന ഒരു ഭാഗ്യവും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം. ഞാൻ സമയച്ചുരുക്കം കൊണ്ട് പെട്ടെന്ന് അങ്ങ് നിർത്തട്ടെ. അല്പ 10 മിനിറ്റൂടെ നമ്മുടെ മുമ്പിലുള്ളൂ, ശേഷിക്കുന്നുള്ളൂ. എങ്കിലും പ്രധാന ശ്രദ്ധിക്കുക. ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതായ ഈ 17 അനുഗ്രഹങ്ങളെ ഒന്ന് പറയട്ടെ. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ. ഈ യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടുന്നു പറയുമ്പോൾ അവനെ രേഖപ്പെട്ടിരിക്കുന്ന പ്രത്യേകതകളാണ് 3 തരത്തിലുള്ള പ്രത്യേകതകൾ. ഒന്നാമതായിട്ട് കാണുന്നത് അവൻ നേരുള്ളവനാണ്. സ്തോത്രം. യഹോവയെ സ്തുതിക്കുകയും യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മനുഷ്യൻ നേരുള്ളവൻ എന്നുള്ള പ്രത്യേകതയാണ്. സ്തോത്രം. അവർക്കുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. സ്തോത്രം. പിന്നെ നാം കാണുന്നത് കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ കാണുന്നു. അതിനകത്ത് 112 പറയുന്ന ഒരു കാര്യമാണ്, പ്രത്യേകതയാണ്. ദൈവമക്കളുടെ ഒരു പ്രത്യേകതയാണ് കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ. സ്തോത്രം. മനസ്സിലും ഉണ്ടാകണം. അപ്പൊ കഷ്ടത്തിലും ഭാരത്തിലും ഇരിക്കുന്ന ഒരാൾ വന്ന് നമ്മളോട് സാമ്പത്തിക സഹായം ചോദിക്കുമ്പോൾ അത് അയാളിന്റെ വേദനയും പ്രയാസവും മനസ്സിലാക്കി അവനോട് കനിവ് തോന്നി വായ്പ കൊടുത്താൽ അത് അനുഗ്രഹിക്കപ്പെട്ടു. അവർക്ക് ദൈവത്തിന്റെ വാഗ്ദപ്രകാരം ദൈവം അതിനാൽ അവനെ അനുഗ്രഹിക്കുന്നു എന്നാണ്. മടക്കി വാങ്ങാമെന്ന് മാത്രം കരുതി കൊടുക്കുകയല്ല, മടക്കി കിട്ടിയില്ലെങ്കിലും ഹൃദയത്തിലുണ്ടാകുന്നതായ കനിവ്, കൃപ, അത് അതിന്റെ വെളിച്ചത്തിൽ നിന്ന് ദാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വായ്പ കൊടുക്കുമ്പോൾ അത് അനുഗ്രഹത്തിനായിട്ട് മാറുന്നു. ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നീ വായ്പ വാങ്ങുകയല്ല, നീ വായ്പ കൊടുക്കുകയുള്ളൂ. സ്തോത്രം. അതൊരു അനുഗ്രഹമാണ്. വായ്പ വാങ്ങുന്നതിനേക്കാളും വായ്പ കൊടുക്കുന്നത് അനുഗ്രഹമാണ്. അപ്പൊ ദൈവമക്കൾ വായ്പ കൊടുക്കാനുള്ള ഒരു ഒരുക്കം ഉള്ളവരായിരിക്കണം. പക്ഷെ അതിന്റെ പിന്നെ ഒരു കാര്യം, കഷ്ടപ്പെടുന്നവരാണല്ലോ ഈ വായ്പ ചോദിച്ചു വരുന്നത്. നമ്മൾ പ്രതീക്ഷയുള്ളത് കൊണ്ടാണല്ലോ വരുന്നത്. അപ്പൊ ദൈവ പൈതലിൽ ഒരു പ്രതീക്ഷയോട് കൂടെ ഒരാളൊരു കാര്യം ചോദിച്ചു കഴിയുമ്പോൾ അത് കൊടുക്കാൻ തോക്കണം. ആളിന്റെ വേദനയിൽ, കഷ്ടതയിൽ സഹതാപം തോന്നുന്ന ഒരു അനുഭവത്തിൽ കൊടുക്കുകയാണെങ്കിൽ അനുഗ്രഹം തരുന്നത് ദൈവമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ നേരുള്ളവൻ എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് ദൈവമക്കൾക്ക്. അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രത്യേകതയാണ് നേരുള്ളവൻ. അവൻ കൃപ തോന്നി വായ്പ കൊടുക്കുന്നവനാണ്. അവൻ നീതിമാനാണ്. അവന്റെ വേറൊരു പ്രത്യേകതയാണ് അവൻ നീതിമാനാണ്. സ്തോത്രം. അപ്പൊ ഈ 3 തരത്തിലുള്ള പ്രത്യേകതയോട് കൂടിയ ദൈവമക്കൾക്ക് ഈ 112 സംഘത്തിൽ പറഞ്ഞിരിക്കുന്നതായ 16 അനുഗ്രഹങ്ങളും ഒന്ന് വേഗം പറഞ്ഞ് ഞാൻ വാക്കുകളെ ചുരുക്കാം. സ്തോത്രം. ഒന്നാമതായിട്ട് നാം കാണുന്നത് അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. തലമുറ അനുഗ്രഹിക്കുന്നതായ ഒരു വാഗ്ദത്തമാണ്. സ്തോത്രം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. സ്തോത്രം. രണ്ടാമതായിട്ട് കാണുന്നത് തലമുറ അനുഗ്രഹിക്കപ്പെടും. അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകുന്നു. മൂന്നാമതായിട്ട് നാം കാണുന്നു ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകും. നാലാമതായിട്ട് നാം കാണുന്നത് അവന്റെ നീതി എന്നേൽക്കും നിലനിൽക്കുന്ന നീതി അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. സ്തോത്രം. അവന്റെ നീതി എന്നേൽക്കും നിലനിൽക്കുന്നു. അടുത്തത് അവൻ കൃപയും കരുണയും ഉള്ളവനാകുന്നു. അവൻ കൃപയും കരുണയും ഉള്ളവനാണ്, നീതിയും ഉള്ളവനാണ്. അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. അടുത്തതായിട്ട് നാം കാണുന്നു അവൻ ശുഭമായിരിക്കും. സ്തോത്രം. അവന്റെ ജീവിതത്തിൽ വിജയമേ ഉള്ളൂ, നന്മ മാത്രമേ ഉള്ളൂ. അതാണ് അവൻ ശുഭമായിരിക്കും. നല്ലൊരു അന്ത്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്നർത്ഥം. സ്തോത്രം. അവൻ വ്യവഹാരത്തിൽ തന്റെ കാര്യം നേടും. വ്യവഹാരത്തിന്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ വിജയം വരിക്കുമെന്ന് കാണാനായിട്ട് കഴിയുന്നു. ആരാ? ദൈവത്തെ ഭയപ്പെടുന്നവൻ
ദൈവത്തെ ആരാധിക്കുന്നവൻ, ദൈവത്തെ സ്തുതിക്കുന്നവൻ വ്യവഹാരത്തിൽ പെട്ടാൽ അവനവിടെ ജയം നേടും എന്ന് കാണാൻ കഴിയുന്നു. സ്തോത്രം. അടുത്തതായിട്ട് കാണുന്നത് ഈ പ്രത്യേകതയുള്ളതായ ദൈവ പൈതലിനെ അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല, അവൻ ഇടറിപ്പോകുകയില്ല, അവൻ തളർന്നു പോകുകയില്ല, അവൻ ക്ഷീണിച്ചു പോകുകയില്ല, അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. കുലുങ്ങിപ്പോകത്തക്ക വിധത്തിലുള്ള ഒരു ഭയം അവന് മുമ്പിൽ വരികയില്ല എന്നതിന്റെ അർത്ഥം. ഒരിക്കലും കുലുങ്ങിപ്പോകുകയില്ല. ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുന്ന ഒരു അനുഭവമായിരിക്കും അവന്റെ ഇതിലുണ്ടാകുന്നത്. പിന്നെ മറ്റുള്ളവരുടെ ഓർമ്മയിൽ അവൻ എന്നേൽക്കും. സ്തോത്രം. എന്നേൽക്കും ഓർമ്മയിലിരിക്കും. മറ്റുള്ളവർ അവനെ എപ്പോഴും ഓർക്കുന്ന ഒരു അനുഭവം ഉണ്ടാക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. സ്തോത്രം. പത്താമതായിട്ട് നാം കാണുന്നത് ദുർവർത്തമാന നിമിത്തം ഭയപ്പെടുകയില്ല. ദുർവർത്തമാനം എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടും എപ്പോഴും കേൾക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ദൈവ പൈതൽ, ദൈവത്തെ ആരാധിക്കുന്നവൻ, ദൈവത്തെ സ്തുതിക്കുന്നവൻ, അവൻ ദൈവത്തിന്റെ കൽപ്പനകളിൽ ഏറ്റവും പ്രിയപ്പെടുന്നവൻ, അവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ദുർവർത്തമാന നിമിത്തം ഭയപ്പെടുകയില്ല. എന്തും വാർത്തകളോട്ടെ അവൻ ഭയപ്പെടുകയില്ല നമ്മുടെ കാണാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം. 11-ാമതായിട്ട് നാം കാണുന്നു, അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിക്കും. സ്തോത്രം. യഹോവയിൽ ആശ്രയിക്കുക. അന്ന് യഹോവയാണ് എപ്പോഴും അവന്റെ ആശ്രയം. യഹോവയിൽ നിന്ന് മാറി വേറൊരു ആശ്രയത്തിലേക്ക് പോവുകയില്ല. അവൻ യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്നു. ഉറച്ച് ധൈര്യത്തോടുകൂടെ ഇരിക്കും, ഉറച്ചിരിക്കും. 12-ാമതായിട്ട് കാണുന്നത്, അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കും. ഒരു കാരണവശാലും ഒരു പ്രതികൂലത്തിലും അവൻ ഭയപ്പെടത്തില്ല. അവന്റെ മനസ്സ്, അവന്റെ ഹൃദയം സ്ഥിരമായി ഇരിക്കും. എവിടെ സ്ഥിരം? ദൈവത്തിന്റെ വചനത്തിൽ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ, ദൈവ സാന്നിധ്യത്തിൽ അവൻ ഉറച്ചിരിക്കുന്നു എന്നവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 13-ാമതായിട്ട് നാം കാണുന്നത്, അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. തന്നെ ഉപദ്രവിക്കുന്നവരുടെ മേൽ ഒരു ദൈവമതിൽ ആഗ്രഹിക്കുന്ന എന്താണ്? എന്നെ ഉപദ്രവിച്ച അവൻ അനുഗ്രഹിക്കപ്പെടണമെന്നാണ് അവന്റെ ആഗ്രഹം. സ്തോത്രം. ഒരിക്കലും അവന് ശാപം വരല്ലേ, അവൻ നശിച്ചു പോകണമെന്നുള്ള ഒരു ചിന്ത വരല്ലേ. നമ്മെ ഉപദ്രവിക്കുന്നവരായിട്ടുള്ളവരെ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മൾ പ്രാധാന്യത്തോടെ പറഞ്ഞിരിക്കുന്നേ. അവന്റെ ശത്രുക്കളിൽ അവൻ തന്റെ ആഗ്രഹം നിവർത്തിച്ച് കാണും. സ്തോത്രം. അപ്പൊ അവനെ അനുഗ്രഹിക്കണമെന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ഇന്ന് പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കണേ, നമ്മളുടെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ, ദൈവമക്കളുടെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മറ്റുള്ള ശത്രുക്കളായി തന്നെ കാണുന്നുണ്ട്. അവരെ അങ്ങനെ കണ്ടാൽ തന്നെ അവരെ അനുഗ്രഹിക്കണമെന്ന് ഇതോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അവർക്ക് നാശം വരാനുള്ള ആഗ്രഹമാണ്. അങ്ങനെ നോക്കിച്ചു പോയി കാണുമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മെ ഉപദ്രവിക്കുന്നവർ, ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഉപദ്രവിക്കുന്നവർ, അവരെ നമ്മൾ ശത്രുക്കളായി കാണണ്ട. അങ്ങനെ കണ്ടാൽ തന്നെയും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം അവർ അനുഗ്രഹിക്കപ്പെടാനുള്ള ആഗ്രഹമാണെങ്കിൽ അത് നിവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുമെന്നവിടെ കാണാൻ സാധിക്കും. സ്തോത്രം. അടുത്തതായിട്ട്, അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അപ്പൊ ഇത് വായ്പയല്ല, ഇത് വാരി വിതറി ദാനം ചെയ്യുകയാണ്. ആ ഒരു സ്വഭാവം, ഒരു അനുഗ്രഹം അവന്റെ ജീവിതം ഉണ്ടാകുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ എന്ത് ചെയ്യുന്നു? അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. സ്തോത്രം. 15-ാമതായിട്ട് കാണുന്നു, അവന്റെ നീതി എന്നേൽക്കും നിലനിൽക്കുന്നു. നിലനിൽക്കുന്ന നീതിയിലായിരിക്കും അവന്റെ നീതി എന്നേൽക്കും നിലനിൽക്കുന്നത് കാണാൻ സാധിക്കുന്നു. സ്തോത്രം. 16-ാമതായിട്ട് നാം കാണുന്നത്, അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. അവന്റെ കൊമ്പ്, അവന്റെ സ്ഥാനങ്ങൾ, അവന്റെ പ്രശസ്തി, അവനുള്ള എല്ലാ നന്മകളും അതെങ്ങനെ നിൽക്കുന്ന ഉയർന്നിരിക്കും. മറ്റുള്ളവരിൽ നിന്ന് ഉയർന്നതായിരിക്കും. സ്തോത്രം. മറ്റുള്ളവർ കാണത്തക്ക വിധത്തിൽ നമ്മെ ദൈവം ഉയർത്തി ഉന്നത പദവിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ശ്രേഷ്ഠമായ പദവി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പൈതലായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ മക്കളെന്ന് അവകാശപ്പെടുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം, ഞാൻ ദൈവത്തിനു മുമ്പാകെ ഏറ്റവും ഉന്നതമായ പദവിയുള്ളവരാണ്. മറ്റുള്ളവരെന്റെ ആ പദവി കാണുവാൻ ഇടയാകും എന്ന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. എന്റെ കൊമ്പ ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. നീ 17-ാമതായിട്ട് ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ പറയുന്നു, ദൈവ പൈതലിനെ സംബന്ധിച്ചോളം അതൊരു അനുഗ്രഹമാണ്. എന്താ അറിയാം? അവനെ ഉപദ്രവിപ്പാൻ അവന് വിരോധമായി നിൽക്കുന്ന ദുഷ്ടൻ എന്ത് ചെയ്യുന്നറിയാം? വ്യസനിക്കുന്നത് അവൻ കാണാൻ ഇടയായും. തനിക്കെതിരെ വന്നായ ദുഷ്പ്രവർത്തികളുമായി കടന്ന ദുഷ്ടൻ അവൻ വ്യസനിക്കുന്നത് ഞാൻ കാണും. പല്ല് കടിച്ച് അവൻ ഉരുകിപ്പോകുന്നത് കാണും. അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകുന്നു.
അവന്റെ ആശ നശിച്ചു പോകുന്നു. ദൈവത്തിന് വിരോധമായി ആരെവിടെ എഴുന്നേറ്റാലും അവരുടെ നാശം സംഭവിക്കുമെന്നത് ഇവിടെ ഉറപ്പ് പറയുകയാണ്. യഹോവയെ ആശ്രയിക്കുന്നവൻ അവന് വിരുദ്ധമായി വന്ന ശത്രുവിന്റെ അല്ലെങ്കിൽ ദുഷ്ടന്റെ അവന്റെ കഷ്ടതയുടെ അനുഭവം കാണുവാൻ തൊക്കണം ഇടയാകും എന്നുള്ളതാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, നാം ഒന്നിച്ച് ആരാധിപ്പാൻ കൂടി വരുന്നപ്പോൾ നമ്മളിൽ നിന്ന് വേറൊരാളൊരു ഭാരം പ്രയാസം ഉണ്ടാകുവാൻ ഒരിക്കലും ഇടയാകല്ലേ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ ഏറ്റവും അനുഗ്രഹിക്കുന്നത് ഒരു കാര്യം കൂടെ കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹത്തെ കുറിച്ച് തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഭാഗ്യ അവസ്ഥയെക്കുറിച്ച് നിർവചനം തന്നിരിക്കുന്നത് കാര്യങ്ങളോട് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നിർത്താം. സ്തോത്രം. അത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് പറയുന്നത് 8 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, താഴ്മ ധരിക്കണം. സ്തോത്രം. അനുഗ്രഹത്തിന്റെ നിർവചനത്തെ കുറിച്ചാണ് പറഞ്ഞത്. താഴ്മയുള്ളവൻ അനുഗ്രഹിക്കപ്പെടുന്നു, പശ്ചാത്താപമുള്ളവൻ അനുഗ്രഹിക്കപ്പെടുന്നു, സൗമ്യതയുള്ളവൻ അനുഗ്രഹിക്കപ്പെടുന്നു, ആത്മീയ പൈതാഹമുള്ളവൻ അനുഗ്രഹിക്കപ്പെടുന്നു, കരുണയുള്ളവൻ അനുഗ്രഹിക്കപ്പെടുന്നു, ഹൃദയശുദ്ധിയുള്ളവൻ അനുഗ്രഹിക്കപ്പെടുന്നു, സമാധാനം ഉണ്ടാക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നു. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന നിർവചനം. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ നിർവചനമാണ് കർത്താവായ യേശു ക്രിസ്തു തന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ പ്രഭാത വേളയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കാണിച്ചതായ ഈ വചനപ്രകാരം നമ്മെ തന്നെ ഒന്ന് കാണണം. നാം ഈ ദൈവത്തെ സ്തുതിപ്പാൻ കടപ്പെട്ടവരാണ്. നാം സ്തുതിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നുവോ ഒന്ന് നോക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ കുറവുകളെ കണ്ടെത്തി ദൈവമാകെ ബലപ്പെട്ടിരിക്കാൻ നമ്മളെ ഈ വചനത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.